എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്ലാസ് ഇന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്. 144 പാരഗ്രാഫ്, പേജ് 40. ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഐ ബിലീവ്. ഇതാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യത്തെ രഹസ്യമാണ് ഐ ബിലീവ്, ഐ ബിലീവ്, ഐ ബിലീവ്. 144 ഖണ്ഡികയിൽ പറയുന്നതാണ് വിശ്വാസത്തിൽ അനുസരിക്കുക. ലത്തീനിൽ ഓതിരെ ശ്രവിക്കുക, ശ്രദ്ധിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശ്രവിച്ച വചനത്തോടുള്ള സ്വതന്ത്രമായ അനുവിധേയത്വമാണ്. ശ്രവിച്ച വചനത്തോടുള്ള സ്വതന്ത്രമായ അനുവിധേയത്വമാണ് വിശ്വാസത്തിൽ അനുസരിക്കുക. നമ്മൾ ഇന്നലെ വിശ്വാസത്തിൻ്റെ അനുസരണത്തെക്കുറിച്ച് മനസ്സിലാക്കി. വിശ്വാസത്തിൽ അനുസരിക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ശ്രവിച്ച വചനം, ദൈവവചനത്തോടുള്ള സ്വതന്ത്രമായ അനുവിധേയത്വമാണ്. സ്വതന്ത്രമായ അനുവിധേയത്വമാണ്. ഈ വചനത്തിൻ്റെ സത്യത്തിന് സത്യം തന്നെയായ ദൈവമാണ് ഉറപ്പ് നൽകുന്നത്. പ്രൈസ് ദ ലോർഡ്. ഈ വചനത്തിൻ്റെ സത്യത്തിന് സത്യം തന്നെയായ ദൈവമാണ് ഉറപ്പ് നൽകുന്നത്. ഈ വചനത്തിൻ്റെ സത്യത്തിന് സത്യം തന്നെയായ ദൈവമാണ് ഉറപ്പ് നൽകുന്നത്. ഇത്തരത്തിലുള്ള അനുസരണത്തിന് മാതൃകയായി നമ്മുടെ മുൻപിൽ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് അബ്രാഹത്തെയാണ്. അബ്രാഹം വിശ്വാസത്തിൻ്റെ അനുസരണത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ മൂർത്തഭാവമാണ് പരിശുദ്ധ കന്യകാമറിയം. അങ്ങനെ അബ്രാഹം വിശ്വാസത്തിൻ്റെ പിതാവും അബ്രാഹം വിശ്വസിക്കുന്ന എല്ലാവരുടെയും പിതാവ്. അബ്രാഹം വിശ്വസിക്കുന്ന എല്ലാവരുടെയും പിതാവ്. 145 ഖണ്ഡികയിൽ പറയുന്നത് ഹെബ്രായർക്കുള്ള ലേഖനം ഇസ്രായേലിൻ്റെ പൂർവപിതാക്കന്മാരുടെ വിശ്വാസത്തെ പ്രശംസിക്കവേ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിന് പ്രത്യേകം പ്രാധാന്യം നൽകുന്നു. എബ്രായർ ലേഖനത്തിൽ എബ്രായർ 11:8 എബ്രായർ 11:8 പറയുന്നത് തനിക്ക് അവകാശമായി ലഭിക്കുവാൻ ഉള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അബ്രാഹം വിശ്വാസം മൂലം അനുസരിച്ചു. കണ്ടോ, വിശ്വാസം മൂലം അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. എബ്രായ ലേഖനം 11 അധ്യായം 8 വചനമാണ്. തനിക്ക് അവകാശമായി ലഭിക്കുവാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അബ്രാഹം വിശ്വാസം മൂലം അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. കർത്താവ് പറഞ്ഞു, ഉടനെ പുറപ്പെട്ടു. വിശ്വാസം മൂലം വാഗ്ദത്ത ഭൂമിയിൽ ഒരു പരദേശിയും തീർത്ഥാടകനുമായി അദ്ദേഹം ജീവിച്ചു. വിശ്വാസം മൂലം സാറ വാഗ്ദാനത്തിൻ്റെ പുത്രനെ ഗർഭം ധരിക്കാൻ കൃപ സ്വീകരിച്ചു. വിശ്വാസം മൂലം അബ്രാഹം തൻ്റെ ഏകപുത്രനെ ബലിയായി സമർപ്പിച്ചു. എബ്രായർ 11:17. ഇതെല്ലാം വിശ്വാസം മൂലം. സൈഡിലുള്ള 3 പാരഗ്രാഫുകളിൽ
രണ്ടെണ്ണം നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് 59-ാമത്തെ ഖണ്ഡികയിലേക്ക് പോകാം. ദൈവാവിഷ്കരണത്തെക്കുറിച്ചാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നു, ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുക്കുന്നു. ഉണ്ടോ? അബ്രാഹത്തിൻ്റെ വിളിയാണ്. ചിതറിപ്പോയ മനുഷ്യവംശത്തെ മുഴുവൻ ഒരുമിച്ച് ചേർക്കാനായി ദൈവം അബ്രാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളുടെ ഇടയിൽ നിന്നും നിന്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും പുറത്തു വരിക. ഉൽപ്പത്തി 12:1. ഉൽപ്പത്തി 12:1. ദൈവം അവനെ അബ്രാഹം, അതായത് ജനതകളുടെ പിതാവാക്കി മാറ്റി. ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞത് അബ്രാം എന്നാണ്. എന്നാൽ പിന്നീട് ദൈവം അരുളി ചെയ്തു. ഉൽപ്പത്തി 17:5 പറയുന്നു, ദൈവം അവനെയും അബ്രാഹം, അതായത് ജനതകളുടെ പിതാവാക്കി മാറ്റി. നിന്നിൽ ഭൂമിയിലെ സർവ്വ ജനതകളും അനുഗ്രഹീതരാകും. ഉൽപ്പത്തി 12:1 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉൽപ്പത്തി 12:1 അവിടെയാണ് അബ്രാം ദൈവം ആദ്യം വിളിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ വിധേയത്വം എന്ന് പറയുന്നത് ദൈവം വിളിക്കുന്നത് കേൾക്കുക, അത് ഉടനെ അനുസരിക്കുക, ഒരു ചോദ്യവും കൂടാതെ അനുസരിക്കുക. അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഉൽപ്പത്തി 17:5 പറയുന്നത് എന്താണ്? ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. ജനതകളുടെ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ മറ്റൊരു രീതിയിൽ പഠിച്ചു. ജനതകളുടെ പിതാവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ സഭ, ദൈവജനമാണ് സഭ. ആ സഭയെക്കുറിച്ചുള്ള റിമോട്ട് പ്രിപ്പറേഷൻ അന്നേ തുടങ്ങി. നിന്നെ ഞാൻ ജനതകളുടെ പിതാവ്. വിശ്വാസികളുടെ സമൂഹമാണ് സഭ, വിശ്വാസികളുടെ സമൂഹം. അതിൻ്റെ ആരംഭമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ 59 പറയുന്നതാണ്, ചിതറിപ്പോയ മനുഷ്യവംശത്തെ മുഴുവൻ ഒരുമിച്ച് ചേർക്കാനായി ദൈവം അബ്രാമിനെ വിളിച്ചു കൊണ്ട് പറഞ്ഞു, നിന്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളുടെ ഇടയിൽ നിന്നും നിന്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും പുറത്തു വരിക. ദൈവം അവനെ അബ്രാഹം, അതായത് ജനതകളുടെ പിതാവ് ആക്കി മാറ്റി. നിന്നിൽ ഭൂമിയിലെ സർവ്വ ജനതകളും അനുഗ്രഹീതരാകും. ശ്രദ്ധിക്കണം, ഇത് ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, ഫ്രത്തേലി തോത്തി സകല ജനങ്ങൾ, ഭൂമിയിലെ സർവ്വ ജനതകളും അനുഗ്രഹീതരാകും. നമ്മൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അബ്രാഹത്തിനെ ദൈവം വിളിച്ചത് അബ്രാഹം ഉടമ്പടി ചെയ്തു കഴിഞ്ഞിട്ട് ശേഷമല്ല, അതിനു മുൻപാണ്. അബ്രാഹം പരിച്ഛേദനം ചെയ്യപ്പെടുന്നതിന് മുൻപാണ് അബ്രാഹത്തിനെ വിളിച്ചത്. അബ്രാഹം ഒരു വിജാതീയനായിരുന്നപ്പോഴാണ് വിളിച്ചത്. അതുകൊണ്ട് അബ്രാഹം വിജാതീയരുടെയും പിതാവാണ്. അതിനുശേഷം അബ്രാഹത്തോട് ഉടമ്പടി ചെയ്തിട്ട് ആ ഉടമ്പടിയുടെ മുദ്രയായിട്ട് പരിച്ഛേദനം ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അബ്രാഹം പരിച്ഛേദകരുടെയും പിതാവായി. അങ്ങനെ അബ്രാഹം
അപരിച്ഛേദകരുടെയും പരിച്ഛേദകരുടെയും പിതാവാണെന്ന് റോമർ അധ്യായത്തിൽ 4 പറയുന്നുണ്ട്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുക്കുന്നു. ഇനി അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പിതാവായി അബ്രാഹാം തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ അപ്പോൾ 59-ാമത്തെ ഖണ്ഡികയിൽ അതാണ് നമ്മൾ പഠിക്കുന്നത്. തുടർന്ന് 2570 അത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. 2570 2570 വാഗ്ദാനവും വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയും. വാഗ്ദാനവും വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയും. ദൈവം തന്നെ വിളിച്ചപ്പോൾ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാഹാം പുറപ്പെട്ടു. അതാണ് അബ്രാഹത്തിൻ്റെ ഹൃദയം പൂർണ്ണമായും വചനത്തിന് വിധേയമായിരുന്നതിനാൽ അദ്ദേഹം അനുസരിക്കുന്നു. അതാണ് വചനത്തിനോട് പ്രത്യുത്തരം നൽകി. അബ്രാഹാം കേട്ടു കർത്താവിൻ്റെ വചനം, നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കും, ഞാൻ പറയുന്ന ദേശത്തേക്ക് നീ പോകണം, നീ നിൻ്റെ കുടുംബവും പിതൃഭവനവും എല്ലാവരെയും വിട്ട് സകല വസ്തുക്കളും എല്ലാം വിട്ട്. അതാണ് വിളി. ഇന്നും അതേ വിളിയാണ്. വൈദികരുടെ, സന്യസ്തരുടെ, നമ്മളുടെയും വിളിയിൽ ഇങ്ങനെ ഒരു വിളി നമുക്കെല്ലാവർക്കുമുണ്ട്. അബ്രാഹത്തിൻ്റെ ഹൃദയം പൂർണ്ണമായും വചനത്തിന് വിധേയമായിരുന്നതിനാൽ അദ്ദേഹം അനുസരിക്കുന്നു. ദൈവഹിതത്തിനനുസൃതമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഹൃദയത്തിൻ്റെ ശ്രവണം പ്രാർത്ഥനയുടെ അവശ്യ ഘടകമാണ്. അതാണ് പ്രാർത്ഥനയുടെ അവശ്യ ഘടകമാണ്. ദൈവഹിതത്തിനനുസൃതമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഹൃദയത്തിൻ്റെ ശ്രവണം പ്രാർത്ഥനയുടെ അവശ്യ ഘടകമാണ്. അതിന് വാക്കുകൾ ആപേക്ഷികമാണ്. അബ്രാഹത്തിൻ്റെ പ്രാർത്ഥന പ്രഥമത പ്രവൃത്തികളിലൂടെയാണ് പ്രകടമാകുന്നത്. നിശബ്ദനായ ആ മനുഷ്യൻ തൻ്റെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിക്കുന്നു. പിന്നീട് മാത്രമാണ് അബ്രാഹത്തിൻ്റെ വാക്കുകളിലുള്ള ആദ്യ പ്രാർത്ഥന ഉയരുന്നത്. ദൈവം തൻ്റെ വാഗ്ദാനം പാലിച്ചിട്ടില്ലെന്ന് തോന്നുന്നതായി പരോക്ഷമായ ഒരാവലാതിയുടെ രൂപത്തിൽ അബ്രാഹാം ദൈവത്തെ ഓർമ്മപ്പെടുത്തുന്നു. ആരംഭത്തിൽ തന്നെ പ്രാർത്ഥനയാകുന്ന നാടകത്തിൻ്റെ പല വശങ്ങളിലൊന്ന് പ്രത്യക്ഷമാകുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നമുക്കുള്ള വിശ്വാസമാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്. ദൈവം വിശ്വസ്തനാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇവിടെ ഉൽപ്പത്തി 15:1 മുതൽ വായിക്കാം. അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, അബ്രാം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രാം ചോദിച്ചു, കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ദമാസ്കസുകാരൻ ഏലിയാസറാണ് എൻ്റെ വീടിൻ്റെ അവകാശി. കണ്ടോ, അബ്രാം തുടർന്നു, എനിക്കൊരു സന്താനത്തെ അവിടുന്ന് തന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എൻ്റെ അവകാശി. വീണ്ടും അവന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നിന്റെ അവകാശി അവനായിരിക്കുകയില്ല, നിന്റെ മകൻ തന്നെ ആയിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഉണ്ടോ, അവിടെ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു. അവിടുന്ന് അതവന് നീതീകരണമായി കണക്കാക്കി. പ്രൈസ് ദ ലോർഡ്. അതാണ് താൻ വയസ്സായി ഒരു കുഞ്ഞ് ലഭിക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലാതിരിക്കെ അബ്രഹാം വിശ്വസിക്കുന്നു.
ഇതാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ആ അബ്രാഹത്തിന് കാണിച്ചു കൊടുത്ത നക്ഷത്രങ്ങളിൽ ഓരോരുത്തരുമാണ് നമ്മളെല്ലാവരും. ദൈവം അബ്രാഹത്തിന് കാണിച്ചു കൊടുത്ത നക്ഷത്രങ്ങളിൽ ഓരോരുത്തരുമാണ്. ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇതാണ്: നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. കണ്ടോ, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളാണ്. അപ്പോൾ ദൈവം അബ്രാഹത്തിനോട് കൊടുത്തിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളുടെയും അവകാശികളാണ് നമ്മൾ ഓരോരുത്തരും. 145 പോവുകയാണ്. 489. ഒരു വശത്ത് വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹത്തെയും മറുവശത്ത് വിശ്വാസത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ മൂർത്തഭാവമായ കന്യകാമറിയത്തെയുമാണ്. അതുകൊണ്ടാണ് ഇവിടെ 489-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. പഴയ നിയമത്തിലെ അനേകം വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ദൗത്യ നിർവഹണത്തിലൂടെ മറിയത്തിൻ്റെ ദൗത്യ നിർവഹണത്തിനായി കളമൊരുക്കി. ഏറ്റവും ആദ്യം ഹവ്വ ആയിരുന്നു. അവൾ അനുസരണക്കേട് കാണിച്ചെങ്കിലും ദുഷ്ടന്റെ മേൽ വിജയം വരിക്കുന്ന സന്തതിയെക്കുറിച്ചുള്ള വാഗ്ദാനവും ജീവിക്കുന്ന സർവരുടെയും മാതാവായിരിക്കുമെന്നുള്ള വാഗ്ദാനവും അവൾക്ക് ലഭിക്കുന്നു. 128 ഉൽപ്പത്തി 3-ാം അധ്യായം 15-ഉം 20-ഉം വചനം. ഉൽപ്പത്തി 3-ാം അധ്യായം 15-ഉം 20-ഉം വചനം. ഈ വാഗ്ദാനപ്രകാരം സാറ വാർദ്ധക്യഗ്രസ്തയായിരുന്നിട്ട് പോലും ഒരു പുത്രനെ ഗർഭം ധരിക്കുന്നു. 129 ഉൽപ്പത്തി 18-19. മാനുഷിക പ്രതീക്ഷകൾക്കെല്ലാം അതീതമായി ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് തെളിയിക്കുന്നു. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. മാനുഷിക പ്രതീക്ഷകൾക്കെല്ലാം അതീതമായി സാറ വാർദ്ധക്യഗ്രസ്തയായിരുന്നിട്ടു എന്ന് പറഞ്ഞാൽ അവളുടെ ഗർഭപാത്രം വരണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ പ്രായമാകുമ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അവരുടെ ആർത്തവദശ നിൽക്കുന്നു. പിന്നെ ഗർഭിണിയാകുക പ്രകൃതിദത്തമായി ഗർഭിണിയാകുക സാധ്യമാണ്. അതാണ് അത്രയ്ക്ക് വാർദ്ധക്യമായി. അതുകൊണ്ട് അത് വളരെ പ്രധാന ഒരു ഘടകമാണ്. സാധാരണഗതിയിൽ ഒരു സ്ത്രീ ഗർഭിണിയാകണമെങ്കിൽ ആ ആർത്തവദശയിലായിരിക്കും. എന്നാൽ ഇത് ആർത്തവദശ കഴിഞ്ഞു, അവളുടെ ഗർഭപാത്രം വരണ്ടു. അപ്പോഴാണ് കർത്താവ് പറയണത് നീ ഗർഭിണിയാകുമെന്ന്. അതുകൊണ്ടാണ് സാറായി ചിരിച്ചത്. അപ്പോൾ അവിടെ പറയുന്നതാണ്, സാറ വാർദ്ധക്യഗ്രസ്തയായിരുന്നിട്ട് പോലും ഒരു പുത്രനെ ഗർഭം ധരിക്കുന്നു. മാനുഷിക പ്രതീക്ഷകൾ എന്താ? ഒരു സ്ത്രീ ഗർഭം ധരിക്കാം. ആർത്തവദശ കഴിഞ്ഞാൽ പിന്നെ ഗർഭം ധരിക്കുക അസാധ്യം. മാനുഷിക പ്രതീക്ഷകൾക്കെല്ലാം അതീതമായി ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാന ഘടകം. മാനുഷിക പ്രതീക്ഷകൾ നമ്മളിപ്പോൾ വളരെയധികം സയൻറ്റിഫിക്കായിട്ടെല്ലാം പഠിച്ച് നമ്മുടെ ബ്രെയിൻ മനസ്സെല്ലാം ഒരു സയൻറ്റിഫിക് ഫോർമേഷനിലാണ്. എന്നാൽ വിശ്വാസം അതിനപ്പുറത്താണ്.
ആ മാനുഷിക പ്രതീക്ഷകൾക്കെല്ലാം അതീതമായി ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് തെളിയിക്കാൻ. അപ്പോൾ എന്താണ് ഈ കന്യകാമറിയത്തിൻ്റെ പ്രതീകം? അവിടെ കന്യകാമറിയത്തോടും മാലാഖ പറഞ്ഞത്, നീ ഒരു പുരുഷ ബീജത്തിലൂടെ അല്ല ഗർഭിണിയാകുന്നത്, പരിശുദ്ധാത്മാവിലൂടെയാണ്. അത് വിശ്വസിക്കുന്നു. അബ്രാഹത്തോട് പറയാണ്, നിന്റെ ഭാര്യ ഗർഭിണിയാകും. അബ്രാഹവും ചിരിക്കുന്നു. കാരണം ഇത്രയും വയസ്സായി ഒരു മാനുഷിക രീതിയിൽ ഒരു ഗർഭം ധരിക്കാനുള്ള അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കില്ല എന്നറിയാം. അതില്ല എന്ന് പൂർണ്ണ ബോധ്യത്തോടെ അബ്രാഹം വിശ്വസിക്കുന്നു. കാരണം കർത്താവ് പറഞ്ഞു. അതാണ് അവിടെ പറയുന്നത്, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന വചനം ഉൽപ്പത്തി 18:10. ഉൽപ്പത്തി 18:10 വായിക്കാം. അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെ? കൂടാരത്തിലുണ്ട്. അവൻ മറുപടി പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായി തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. അവൻ്റെ പിറകിൽ കൂടാരവാതിക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രാഹവും സാറയും വൃദ്ധരായിരുന്നു. അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി, എനിക്കിനി സന്താന ഭാഗ്യം ഉണ്ടാകുമോ? കർത്താവ് അബ്രാഹത്തോട് ചോദിച്ചു, വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചത് എന്തുകൊണ്ട്? എന്നിട്ടാണ് പ്രസിദ്ധമായ ഈ വചനം, കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? പ്രൈസ് ദ ലോർഡ്. കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? എല്ലാവരും കരമുയർത്തി ഒന്ന് ഏറ്റു പറഞ്ഞേ, കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? അപ്പോൾ ഇതാണ് അബ്രാഹാം അത് വിശ്വസിച്ചു. അതുപോലെ തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് തെളിയിക്കാൻ, ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് തെളിയിക്കാൻ ശക്തിഹീനരും ദുർബലരുമായി പരിഗണിക്കപ്പെട്ടിരുന്നവരെ തിരഞ്ഞെടുക്കുന്നു. തുടർന്ന് നമുക്ക് കാണാം, സാമുവലിൻ്റെ അമ്മയായ ഹന്ന, ദെബോറ, റൂത്ത്, യൂദിത്ത്, എസ്തേർ, കൂടാതെ മറ്റു പല സ്ത്രീകളും ദൈവത്തിൽ നിന്ന് രക്ഷ പ്രതീക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ പാവപ്പെട്ടവരുടെയും എളിയവരുടെയും ഇടയിൽ മറിയം സമുന്നത സ്ഥാനമർഹിക്കുന്നു. ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം സെഹിയോന്റെ മഹോന്നത പുത്രിയിൽ സമയം പൂർത്തിയാവുകയും നവീനമായ രക്ഷാപദ്ധതിക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മനുഷ്യാവതാരം ഉണ്ടാകുന്നത്. അപ്പോൾ മനുഷ്യാവതാരം തന്നെ വിശ്വാസത്തിൻ്റെ ഒരു പിറവിയാണ്. അതാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, വിശ്വാസം ആവിർഭവിക്കുന്നത് വരെ. വിശ്വാസം ആവിർഭവിച്ചത് എങ്ങനെയാ? വിശ്വാസം ആവിർഭവിച്ചത് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അപ്പോൾ ആ ഗർഭധാരണം തന്നെ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അതിലൂടെ പ്രപഞ്ചത്തിലേക്ക് ഒരു സൂപ്പർ നാച്ചുറൽ എമർജൻസ് വിശ്വാസത്തിൻ്റെ ഒരു പിറവിയാണ്. അതാണ് ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുൻപ്
നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നത് വരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്തിൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയിൽ നമ്മൾ പാലകന് അധീനരല്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ആ പ്രസരണം അബ്രാഹത്തിലൂടെ ഉണ്ടായി. ആ അബ്രാഹത്തിലൂടെ ഉണ്ടായ വിശ്വാസത്തിൻ്റെ പ്രസരണം ഇതാ പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം സ്തോത്രഗീതത്തിൽ പാടുന്നത്. ആ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൻ്റെ അവസാനം എന്താണ് ചെന്നെത്തുന്നത്? മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൻ്റെ അവസാനത്തിൽ മറിയം പാടുന്നത് ഇതാണ്: ഇത് തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. കണ്ടോ? അപ്പം അബ്രാഹത്തിനോട് ചെയ്ത വാഗ്ദാനം അനുസരിച്ച്. ഇത് തന്നെയാണ് സക്കറിയായുടെ സ്തോത്രഗീതത്തിലും പറയുന്നത്. നീയോ കുഞ്ഞേ 73 നമ്മുടെ 72 നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് മോചിതരായി നിർഭയം പരിശുദ്ധിയിൽ നീതിയിലും എപ്പോഴും അവിടുത്തെ സൂക്ഷിക്കാൻ വേണ്ടി അനുഗ്രഹം നമുക്ക് നൽകാനായിരുന്നു ഇത്. അപ്പോൾ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് നമ്മൾ പറയുമ്പോൾ അബ്രാഹത്തോട് ദൈവം ചെയ്ത വാഗ്ദാനങ്ങളെല്ലാം ദൈവം തന്നെ പൂർത്തിയാക്കുന്നു. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഇവിടെ പറയുന്നത്. വിശ്വാസത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നത് ദൈവം വാഗ്ദാനം ചെയ്തത് ദൈവം നടപ്പാക്കും എന്ന് ഉള്ള വിശ്വാസമാണ് വിശ്വാസം. നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെ. വാർദ്ധക്യം നിറഞ്ഞ അബ്രാഹത്തോട് പറയുകയാണ്, നിനക്കൊരു കുഞ്ഞുണ്ടാവും. മറിയത്തോട് പറയുകയാണ്, നീ ഗർഭം ധരിക്കും. എന്നാൽ ഞാനൊരു പുരുഷനെ അറിയില്ല. പരിശുദ്ധാത്മാവ് വഴി നീ ഗർഭം ധരിക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ദൈവവചനത്തെ അതുപോലെ വിശ്വസിക്കുമ്പോഴാണ്. ദൈവം പറഞ്ഞാൽ ദൈവം അത് നടത്തും. തുടർന്ന് നമ്മൾ പഠിക്കുകയാണ് 146-ാമത്തെ പാരഗ്രാഫിൽ ഹെബ്രായർക്കുള്ള ലേഖനം വിശ്വാസത്തിന് നൽകുന്ന നിർവചനം അബ്രാഹത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. എന്താണ് വിശ്വാസം എന്നത്? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. കാണപ്പെടാത്തതുണ്ട്. 7 എബ്രായർ 11:1 അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. റോമർ 4:3 ജനസിസ് 15:6 സുശക്തമായ വിശ്വാസം മൂലം അബ്രാഹാം വിശ്വസിക്കുന്ന എല്ലാവരുടെയും പിതാവായി തീർന്നു. അപ്പോൾ പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം. എന്നാൽ ഇതൊരു ദാനമാണ്. ഈ വിശ്വാസം ഇത് പരിശുദ്ധാത്മാവ് ദാനമായി നമുക്ക് നൽകിയത് കൊണ്ടാണ് അത് വിശ്വസിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് വചനം കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് നോക്കൂ. അബ്രാം അവിടെ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അബ്രാമിനോട് പറയുകയാണ്, അബ്രാം, നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കും.
ഇതാരാണ്? ആരാണത്? ആരാണ്? ഞാൻ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവായ കർത്താവാകുന്നു. ഓ, കർത്താവോ! ഇപ്പോഴത്തെ അവസ്ഥയിൽ ദൈവം ഉണ്ടെന്ന് തന്നെ എന്താ പ്രൂഫ് എന്നാണ് പലരും ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ. പ്രായമായവർ പോലും സ്നാനവും തൈലലേപനവും വിശുദ്ധ കുർബാനയും സ്വീകരിച്ച് വളരെ നാളായവർ പോലും പറയാൻ അതൊക്കെ പള്ളിയിൽ പറഞ്ഞാൽ മതി, പിന്നെ ഈ പറയണൊക്കെ നടക്കാൻ പോകണ്ട. എന്നാൽ കോടതിയിൽ പറയണതും മീഡിയയിൽ പറയണതും ഒക്കെ ഭയങ്കര വിശ്വാസമാണ്. അവിടെയാണ് ദൈവവചനം കേൾക്കുന്നതിലൂടെയാണ് വിശ്വാസം വളരുന്നത്. ഏശയ്യ 51:1-2. എന്താ ഏശയ്യ 51:1-2? രക്ഷ തേടുന്നവരെ, കർത്താവിനെ അന്വേഷിക്കുന്നവരെ, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. ഇതെൻ്റെ മാസ്റ്റർ പീസ് വചനമാണ്. നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്ക് നോക്കുവിൻ. അതുകൊണ്ടാണ് പത്രോസിനെ കേഫാ, യോനായുടെ പുത്രനായ ശെമയോനെ, നീ ഇനി മുതൽ പാറ എന്ന് വിളിക്കപ്പെടും. പേത്രോസ്, പീറ്റർ, പെട്രോ എന്ന് പറഞ്ഞാൽ പാറ. പെട്രോളിയം എന്ന് പറഞ്ഞാൽ പാറയുടെ താഴെ കൂടി ഒഴുകുന്ന ദ്രാവകത്തിനാണ് പെട്രോളിയം. പെട്രോ എന്ന് പറഞ്ഞാൽ പാറ. നിന്നെ പാറ എന്ന് വിളിക്കും. ഏത് പാറയെക്കുറിച്ചാണ് ഈശോ അവിടെ പറയണത്? അബ്രാഹത്തിനോട് ഞാൻ കൊടുത്ത ആ വിശ്വാസം എന്ന പാറ, നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഈ വിശ്വാസം വർദ്ധിക്കും? റോമർ 10:17 എന്നെ വളരെ ആകർഷിച്ച ഒരു വചനമാണ്. എൻ്റെ ആദ്യ വിശ്വാസ ജീവിത കാലഘട്ടത്തിൽ എന്നെ ആകർഷിച്ചത്. അത് ഹിന്ദിയിലാണ് എന്നെ സ്പർശിച്ചത്. ഹിന്ദി ബൈബിളിൽ പറയുന്നത് സുന്നേ സേ വിശ്വാസ് ഉത്പന്ന ഹോത്താ ഹേ എന്നാണ്. വിശ്വാസം ശ്രവണത്തിലൂടെയും ശ്രവണം ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിലൂടെയുമാണെന്നാണ് റോമർ 10:17. കണ്ടോ? ഇവിടെയാണ് നമ്മൾ ഇപ്പോഴും മാറേണ്ടത്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം. അപ്പോൾ അതിനോടൊപ്പം മറ്റൊരു വചനമാണ് ആദിമേം ശബ്ദ. ആദിയിൽ വചനമുണ്ടായി എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ മലയാള പുസ്തകത്തിൽ എഴുതിയേക്കണ എന്തോ അക്ഷരമാണെന്നുള്ളതാണ്. അക്ഷരമല്ല ആദ്യമുണ്ടായത്, ശബ്ദമാണ്. ഞാൻ വീണ്ടും പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ എന്നെ വളർത്തിയ ഏറ്റവും വലിയ ഒരു ശാസ്ത്രം ഇതാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഇൻഡോർ സത്യപ്രകാശൻ സ്റ്റുഡിയോയിൽ നിന്ന് കെട്ടുകെട്ട് ഓഡിയോ കാസറ്റുകൾ തലയിൽ വെച്ച് ഞാൻ ചുമന്നുകൊണ്ട് പോയിട്ടുള്ളതാണ്. ആളുകൾ വിചാരിച്ച് ഇയാൾക്ക് വട്ടാണെന്ന്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ നല്ല ബോധ്യമാണ്, ശ്രവണത്തിലൂടെയാണ് വചനം ഹൃദയത്തിൽ ഒഴുകുന്നത്. ഇന്നും വചനം നമ്മൾ വായിക്കുമ്പോൾ അത് കണ്ണിലൂടെ ഓപ്റ്റിക്കലായിട്ട് നമ്മളിലേക്ക് കയറിയാൽ മാത്രം വചനം പഠിക്കില്ല. ആ കണ്ണിലൂടെ കാണുന്ന ആ അക്ഷരം നമ്മുടെ ബ്രെയിനിലൂടെ, മനസ്സിലൂടെ കടന്നു വന്ന് നമ്മുടെ അധരത്തിലൂടെ ഓഡിയോ ആയിട്ട് നമ്മുടെ കാതിലൂടെ അകത്ത് കയറുമ്പോഴാണ്. മനസ്സിലായോ? കണ്ണിലൂടെ കണ്ടു, അത് നമ്മുടെ ബ്രെയിനിൽ വന്നിട്ട് നമ്മൾ കുഞ്ഞുനാളിൽ പഠിച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്താണത്? ABC. A for apple, B for boy, C for cat. അപ്പോൾ അങ്ങനെ എഴുതിയിരിക്കുന്ന ലിപിക്ക് ഒരു ശബ്ദം ഉണ്ടാക്കി, ഒരു ഓഡിയോ.
അങ്ങനെ ഈ വാക്കുകളെല്ലാം ഓഡിയോ കൊടുത്തപ്പോഴല്ലേ നമ്മൾ പഠിക്കുന്നത്, ഭാഷ, ശബ്ദം. അങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ ഈ ദൃശ്യമായ ഓപ്റ്റിക്കലായിട്ട് കാണുന്നതിനെ ശബ്ദമാക്കി കൺവെർട്ട് ചെയ്യുന്ന ഒരു കാര്യം, അത് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മളത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഇത് ശബ്ദമായി വന്നിട്ട് ആ ശബ്ദം നമ്മുടെ അധരത്തിലൂടെ പുറത്ത് വന്ന് നമ്മുടെ കാതിലൂടെ അകത്ത് കയറി നമ്മുടെ ഹൃദയത്തിൽ ചെല്ലുന്നു. കണ്ടോ? ഒന്നാലോചിച്ച്, കണ്ണിലൂടെ കണ്ട് അധരത്തിലൂടെ പുറത്ത് വന്ന് കാതിലൂടെ അകത്ത് വരുത്തും. ഇതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ശ്രവണം, ശ്രവിക്കുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. सुनने से विश्वास उत्पन्न होता है. അത് ഹിന്ദിയിൽ നോക്കി മലയാളത്തിലേക്കാളും എന്തോ ഒരു അർത്ഥസമ്പുഷ്ടമാണ്. അങ്ങനെ ഞാൻ സത്യം പറയാമെങ്കിൽ ആദ്യം ഞാൻ തന്നെ ഒരു ചെറിയ ടേപ്പ് റെക്കോർഡർ മേടിച്ച് അതിൽ വചനം റെക്കോർഡ് ചെയ്തു. അന്ന് ഞാൻ നോക്കുമ്പോൾ ഈ വചനം കേൾക്കാൻ പറ്റിയ ഒറ്റ കാസറ്റുമില്ല. അങ്ങനെ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തത്, ആദ്യം റെക്കോർഡ് ചെയ്തത് എബ്രായർ 11-ാം അധ്യായമാണ്. അതിനുശേഷം ഗോസ്പലുകളൊക്കെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഉത്തരേന്ത്യയിലായതിൻ്റെ പേരിൽ സത്യപ്രകാശനിൽ, അത് അവിടുത്തെ മീഡിയ വർക്കാണ്, ഈ SVD സൊസൈറ്റിയുടെ, ഡിവൈൻ വേർഡ് സൊസൈറ്റിയുടെ വലിയ പ്രസ്സും ഇതൊക്കെയാണ്. അവരുടെ ശുശ്രൂഷ തന്നെ വചനം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് കാസറ്റുകൾ മേടിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഹിന്ദിയിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അങ്ങനെ ആരംഭിച്ചതാണ്. അപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കും, ഇതെന്താ ഈ കേൾക്കണേ, സിനിമാ പാട്ടാണോ? ഒന്ന് കേട്ട് നോക്കാൻ പറയും. അപ്പോഴാണ്, എടോ ഇത് ബൈബിളാണല്ലോ, ഇതെവിടെ കിട്ടും? നാളെ തരാമെന്ന് പറയും. എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നിട്ടിരുന്നിട്ട് 1-to-1 റെക്കോർഡ് ചെയ്തുണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ റെക്കോർഡിങ് തുടങ്ങിയ ഒരു മിനിസ്ട്രിയാണ് ഇന്ന് ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്ന ഈ റെക്കോർഡിംഗ് മീഡിയ എല്ലാം. അന്ന് എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. ഈ കാസറ്റുകൾ ഓരോന്നും റെക്കോർഡ് ചെയ്ത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായ നിന്നെ ഞാൻ വലിയ കാര്യമേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, അപ്പോൾ ഇന്നും പലരും പറയുന്നുണ്ട്, എങ്ങനെ വിശ്വാസം വർദ്ധിക്കണം? വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ, അതാണ് വിശ്വാസം കേൾവിയിലൂടെയും. എന്താണ് കേൾവി? കേൾവി എന്തിനെക്കുറിച്ചാ? കേൾവി ന്യൂസ് ചാനൽ കേട്ടത് കൊണ്ടോ? ക്ഷമിക്കണം, ചർച്ച കേട്ടത് കൊണ്ടോ ഒന്നും വിശ്വാസമാവില്ല. ഉള്ള വിശ്വാസം കൂടി പോകുള്ളൂ. കേൾവി ആരെക്കുറിച്ചാണ്? ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ഇതിന് വേറെ യാതൊരു വ്യത്യാസമില്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം, ആ ക്രിസ്തുവിൻ്റെ വചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. ക്രിസ്തു എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം ആത്മാവും ജീവനുമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിശ്വാസം നമ്മളിൽ ഉത്ഭവിക്കുന്നതിൻ്റെ കാരണം, ക്രിസ്തുവിൻ്റെ ആ വചനത്തിൻ്റെ അകത്ത് മറിയം ഗർഭിണിയാകാൻ സാധിച്ച ആ രഹസ്യം അതിൻ്റെ അകത്തുണ്ട്. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? വചിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? മറിയം ഗർഭിണിയായി. അത്രയ്ക്ക് വലിയ കപ്പാസിറ്റിയാണ് ആ വചനത്തിനുള്ളത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ, ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലൊരു സഹോദരൻ പറഞ്ഞു, ബ്രദറെ, ഞാൻ പറഞ്ഞിട്ടൊന്നും സൗഖ്യം സംഭവിക്കുന്നില്ലല്ലോ. ഞാൻ വിശ്വസിക്കുന്നുണ്ട്.
അപ്പം ഞാൻ പറഞ്ഞു, നീ എന്ത് വിശ്വസിക്കുന്നു? ഞാൻ പറയുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന്. മോനെ, അത് പോരാ. നീ എന്ത് വിശ്വസിക്കുന്നു? അത് അബ്രാഹത്തിനോട് ദൈവം കൊടുത്ത വാഗ്ദാനം നീ വിശ്വസിക്കുന്നുവോ? 100 വയസ്സായ അവന് ആർത്തവദശ കഴിഞ്ഞിരിക്കുന്ന പെണ്ണ് അവൻ്റെ ഭാര്യ ഗർഭിണിയാകുമെന്ന് പറഞ്ഞത് നീ വിശ്വസിക്കുന്നുവോ? അപ്പം അദ്ദേഹം ഒരു ഡോക്ടറാ. ഞാൻ പറഞ്ഞു, നീ ഒരു ഡോക്ടറല്ലേ, നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു സ്ത്രീ അവളുടെ ആർത്തവദശ കഴിഞ്ഞിരിക്കുന്നു, അവൾ ഗർഭിണിയാവുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇനി അടുത്തത്, പരിശുദ്ധ കന്യാമറിയത്തോട് പറയാണ്, നീ പുരുഷനെ അറിയില്ല, പക്ഷേ നീ ഗർഭിണിയാവും. പുരുഷനെ അറിയാതെയോ നീ വിശ്വസിക്കുന്നുവോ? അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ. ഈ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ദൈവം അരുളി ചെയ്തതിന് യാതൊരു സയന്റിഫിക് എൻഡോഴ്സ്മെന്റിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ അടുത്തേക്ക് ഓടുകയാണല്ലോ നമ്മൾ ചെയ്യണേ. പോയിക്കോളൂ, വിരോധമൊന്നുമില്ല. നമ്മളൊരു പ്രാർത്ഥിക്കുക പോലും ചെയ്യില്ല, അതിന് മുമ്പേ നമ്മൾ ഓടും ഡോക്ടറെ അടുത്തേക്ക്. ഡോക്ടർ പറയാണ്, കൊച്ച് ആകെ പ്രശ്നമാണ്, ഈ ഗർഭം ശരിയാവും തോന്നണില്ല, ഫ്ലൂയിഡ് ഇല്ല, അതില്ല, ഇതില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് ഇത് കളയാണ് നല്ലത്. ചിലവരും അപ്പം തന്നെ കളയണം. എന്തോരം പേരാണ് അങ്ങനെ വന്നിട്ട് നമ്മളോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഞാനാണ് കർത്താവ്, ഞാനാണ് ഗർഭം ധരിപ്പിച്ചേക്കണത്, അത് ഞാൻ പൂർത്തിയാക്കിക്കോളും. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചിന് ഒരു കുഴപ്പമില്ല. ഇന്ന് ഞാൻ UK ചെല്ലുമ്പോൾ ഒരു കപ്പിൾ എൻ്റെ അടുത്ത് കൊച്ചിനെ കൊണ്ടൊരു, ബ്രദറെ ഇതാണ് ആ മകള്, ഇവളെയാണ് ഡോക്ടർ കളയാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഡോക്ടർ പറഞ്ഞു ഈ ഫ്ലൂയിഡ് ശരിയല്ല, എന്തൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് കുഞ്ഞിനെ ശരിയാവില്ല, ഈ കുഞ്ഞ് ശരിയാവില്ല, അതുകൊണ്ട് ഇതിനെ കളയണമെന്നാണ് പറയണേ. ഇപ്പോൾ അതിൻ്റെ ലിക്വിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ അമേരിക്കയ്ക്ക് അയക്കണമെന്ന് പറയണു എന്നും പറഞ്ഞ് അവരാകെ വിറയ്ക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമേരിക്കയ്ക്ക് അയച്ചിട്ട് എന്ത് ചെയ്യാനാ? അമേരിക്കയ്ക്ക് അയച്ചിട്ട് അവർ പറയാണ് ശരിയാവില്ലെന്ന് പറയാണ്, എന്ത് ചെയ്യാനാ? അത് ശരിയാണല്ലോ. ഞാൻ പറഞ്ഞു, അതൊന്നും ചെയ്യണ്ട, കർത്താവാണോ സൃഷ്ടാവ്, ആ സൃഷ്ടാവിൽ നീ വിശ്വസിക്കൂ. കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഒരുപാട് കേസുകൾ നമുക്കറിയാം. അപ്പോൾ പറയുന്നത്, നമ്മുടെ വിശ്വാസം ശുഷ്കിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, അതിനെ തിരിച്ചു പിടിക്കണം. അതിൻ്റെ ആരംഭമാണ് ഇവിടെ കാണുന്നത്. അബ്രാഹത്തിനെ സാറയെയും, അതാണ് യെശയ്യാ 51 പറയുന്നത്, നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. നമ്മൾ ഈശോ തന്നെ പറഞ്ഞ വചനം കേൾക്കണം, ആ വചനത്തിൽ വിശ്വസിക്കണം. ആ വചനത്തിൻ്റെ അകത്ത് ആരുണ്ട്? ആ വചനം ദൈവം തന്നെയാണ്. ആ വചനം സംഭവിക്കും എന്ന് വിശ്വസിക്കണം, അത് ഹൃദയത്തിൽ പതിയണം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം വരുന്ന മനസ്സിലേക്ക്, യുവർ ഹാർട്ട് ഷുഡ് ബി എ ടെർമിനസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. നിൻ്റെ ഹൃദയം വിശ്വാസത്തിൻ്റെ ഒരു ടെർമിനസ് എന്ന് പറഞ്ഞാൽ ഒരു ടെർമിനസ്, അതിനെന്താ മലയാളം? ഒരു ടെർമിനസ്, തുറമുഖം എന്നോ അല്ലെങ്കിൽ ടെർമിനസ് എന്ന് തന്നെ നമ്മൾ ചിന്തിക്കാം. നമ്മുടെ വചനത്തിൻ്റെ ഒരു കേന്ദ്രമാകണം നമ്മുടെ ഹൃദയം. സ്തുതിച്ചുകൊണ്ട് യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് മുഴുവനും അബ്രാഹത്തെ വിളിച്ചത് അനുസരിച്ച് അബ്രാഹം ഉടനെ സകലതും വിട്ടിറങ്ങി. വിശ്വാസത്തിൻ്റെ പേരിലാണ്. അബ്രാഹത്തിനോട് പറഞ്ഞു, നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചു, കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ പറഞ്ഞു, അബ്രാഹം തയ്യാറായി. അങ്ങനെ പടിപടിയായിട്ട്
ആ വിശ്വാസത്തിൻ്റെ ഒരു വളർച്ചയാണ് നമ്മൾ കാണുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.